ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തീരുമാനങ്ങൾ അവർ എടുക്കേണ്ടി വരും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് നൽകുന്നതിൽ പരാജയമാണ്. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് നൽകുന്നതിൽ പരാജയപ്പെടുന്നു. ഈ ഒരു ലിമിറ്റേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഈ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത പുതിയൊരു ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ജെയിംസ് എച്ച് ബ്ലിസ് എന്ന വ്യക്തിയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ പുതിയൊരു കൺസെപ്റ്റിൻ്റെ ഒറിജിനേറ്ററായിട്ട് അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങും അതുപോലെ അതിൻ്റെ ഡെഫിനിഷനും എന്താണെന്ന് നോക്കാം. എല്ലാ സ്ഥാപനത്തിനെ സംബന്ധിച്ചും അതിൻ്റെ അക്കൗണ്ട് ഇൻഫർമേഷൻ അത്യാവശ്യമാണ്. ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഡെയിലി ഓപ്പറേഷൻസൊക്കെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ പാസ്റ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് ഈ അക്കൗണ്ട് ഇൻഫർമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ, ഡാറ്റാസ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നൊക്കെ ലഭിക്കും. മാനേജ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഡാറ്റ ഉപയോഗിച്ചത് അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു ദി അക്കൗണ്ടിങ് ഡാറ്റ ഇൻ ടു അക്കൗണ്ട് ഇൻഫർമേഷൻ. ആ അക്കൗണ്ടിങ് ഡാറ്റകൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിലൂടെ ലഭിക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഇതിൻ്റെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റിന് ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്.